മാസപ്പടി കേസിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകളും ഫണ്ടുകളും ഇഡി പരിശോധിക്കുന്നു. പരസ്യ കമ്പനിക്ക് പുറമെ മറ്റ് സ്ഥാപനങ്ങളുടെ പേരിലും പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. വീണ വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും കൂടുതൽ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളുകയാണ്. വീണ വിജയന്റെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിലാണ് ഇഡി. മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെന്ന പേരിൽ 2021 വീണ സോളസ് എന്ന പരസ്യ കമ്പനിക്ക് പണം കൈമാറിയിരുന്നു. ഇതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മറ്റു സ്ഥാപനങ്ങൾക്കും പണം കൈമാറിയിട്ടുണ്ടോ എന്നും സാമ്പത്തിക സ്രോതസ്സുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CMRൽ നിന്ന് ലഭിച്ച പണത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ വീണ നടത്തിയിട്ടുണ്ട്. റിയാസിന്റെയും വീണയുടെയും മറ്റു ചില സുഹൃത്തുക്കളിലേക്കും ഇഡി അന്വേഷണം നീങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഇഡി റെയ്ഡിന്റെ തുടർച്ചയായി കേസുമായി ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനകളും ഉടൻ പൂർത്തിയാകും. മാസപ്പടിക്കൊപ്പം ഹവാല ഇടപാടുകളും പുറത്തുവരുമ്പോൾ വീണയ്ക്ക് കുരുക്കുമുറുകുകയാണ്. വീണയിൽ നിന്ന് 85 ലക്ഷം രൂപ കൈപ്പറ്റിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. 20 കോടിയുടെ ഇന്ത്യൻ കറൻസി ഇടപാടുകൾ കണ്ടെത്തുമ്പോൾ ഇതിന്റെ സ്രോതസ്സും ദുരൂഹമാണ്. ജനം, കൊച്ചി.